ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു ആഴ്ചവട്ടം പൂർത്തീകരിക്കുകയാണ്. ഈ ഒരാഴ്ചവട്ടം പൂർത്തീകരിക്കുമ്പോൾ അതിലാദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധ എഫ്രൈം, പരിശുദ്ധ തേവോദോറോസ് എന്നീ പിതാക്കന്മാരുടെ ഓർമ്മ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേക ശുശ്രൂഷ, അതൊരു പെരുന്നാൾ പോലെ ആചരിക്കണമെന്ന് പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നുണ്ട്. ആ രണ്ട് മഹാപരിശുദ്ധന്മാരുടെ ഓർമ്മ നാം ആചരിക്കുമ്പോഴും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത്, മലങ്കര സഭയിലെ അനുകരണീയ മാതൃക സൃഷ്ടിച്ച് ഒരു വർഷം മുമ്പ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും കൺമുൻപിൽ ഇപ്പോഴും ജീവിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്തായുടെ ആദ്യത്തെ വാർഷിക ശ്രാദ്ധ പെരുന്നാളാണിന്ന്. തിരുമേനി ഇപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാനിടയുണ്ടെന്നാണ് എൻ്റെ വിചാരം. തിരുമേനി നമ്മിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല, നമ്മുടെ മുൻപിലുണ്ട്, നമ്മോട് സംസാരിക്കുന്നുണ്ട്. തിരുമേനി നമ്മെ വഴക്ക് പറയുന്നുണ്ട്, തിരുമേനി നമ്മുടെ മുമ്പിൽ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഭാവനാ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മുൻപിൽ ഇന്നും ശക്തമായി വിളങ്ങി തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ആ പരിശുദ്ധ പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ജീവിത മാതൃകയുണ്ട്. അതൊരു അനുകരണീയ മാതൃകയാണ്. സാധാരണഗതിയിലെ യുവാക്കന്മാർക്ക് ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ പുരോഹിതന്മാരോടുമൊക്കെയുള്ള ഒരു ആത്മബന്ധം, പതിവിൽ കവിഞ്ഞ ആത്മബന്ധം ഈ വന്യപിതാവുമായിട്ട് ആദ്യം മുതലേ പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാം, അവർ ചെറുപ്പക്കാരായിരുന്നപ്പോഴും തിരുമേനിയുടെ ഒരു കാർഡിലുള്ള 2 വാചകം കൊണ്ടുള്ള എഴുത്തുകൾ, എനിക്ക് തോന്നുന്നത് 100-200 എഴുത്തെങ്കിലും ഒരു ദിവസം തിരുമേനി എഴുതും. അത് കാർഡിലായിരിക്കും, സ്വന്തം കൈപ്പടയിലായിരിക്കും. ആ ഒരു എഴുത്ത് ഒരു വലിയ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, വിശ്വാസികൾ നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ സഭയുടെ അപ്പുറത്തുമുള്ള മറ്റ് മതങ്ങളിലുള്ളവരെ, മറ്റ് ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലുള്ളവരൊക്കെ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം പുലർത്തിയ ഒരു പിതാവാണ് അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഒരു വൈദിക വഴിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സുവിശേഷത്തിൻ്റെ മത്ത് തലയിൽ പിടിച്ച ഒരു തിരുമേനി, ഒരു യുവാവ്, ഒരു തീപ്പൊരിയാണ് തിരുമേനി. ഒരു കാലഘട്ടത്തിലെ മലങ്കര സഭയിലെ സുവിശേഷത്തിൻ്റെ ശബ്ദം ലോകം മുഴുവനും മുഴങ്ങിക്കേൾക്കുവാൻ മുഖാന്തരമായിരുന്നത് ബഹുമാനപ്പെട്ട എം.വി. ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട ടി.ജെ. ജോഷു അച്ഛൻ, 2 പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരാണ്. ജോഷു അച്ഛൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈ 2 വൈദിക ശ്രേഷ്ഠരും എല്ലാവരുടെയും ഹൃദയങ്ങളിലും അവരുടെ മനസ്സിനകത്തും മായാത്ത മുദ്ര പതിപ്പിച്ച പിതാക്കന്മാരാണ്. പ്രത്യേകിച്ച് ഒസ്താത്യോസ് തിരുമേനി, എം.വി. ജോർജ് അച്ഛൻ, അങ്ങനെ പേര് പറയുമ്പോഴാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ലോകം മുഴുവനും അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, എഴുത്തുകൾ, ആശയങ്ങൾ ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.
കാരണം അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്ലെസ് സൊസൈറ്റിയൊക്കെ യൂറോപ്പിലും അമേരിക്കയിലുള്ളവർക്കൊരു പുത്തിരിയാണ്, ഒരു മേൽപ്പെട്ട സ്ഥാനി. അങ്ങനെയുള്ള ആശയങ്ങൾ ശക്തമായി സംസാരിക്കാൻ തക്കവണ്ണം കരുത്തുള്ള, കഴമ്പുള്ള ഒരു ജീവിത സന്ദേശം, ജീവിത യാഥാർത്ഥ്യം, അത് വെറുതെ വാക്കുകളിലൂടെ ഇങ്ങനെ പറയുന്ന വാചകമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകളും ആശയങ്ങളുമാണ് തിരുമേനി പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊക്കെ അറിയാം, തിരുമേനി ഒരു പ്രസംഗം പറഞ്ഞാൽ ധനവാന്മാരെ ശാസിക്കാതെ ഒരു പ്രസംഗവും അവസാനിക്കാറില്ല. പക്ഷേ തിരുമേനിയുടെ ഏറ്റവും വലിയ സ്നേഹിതന്മാരെന്ന് പറയുന്നത് ഈ ശ്വാസന കൈകൊണ്ട് മുത്തം പോലെ വാരിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ധനസമൃദ്ധിയുള്ള സ്നേഹിതന്മാരാണ്. നമ്മളൊക്കെ വിചാരിക്കും തിരുമേനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സൗകര്യമുള്ളവരൊക്കെ പിണങ്ങി പോകുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെടിയുണ്ട പോലുള്ള വാക്കുകളായിരിക്കും തിരുമേനി പറയുന്നത്. അതൊന്നും വ്യക്തികളെക്കുറിച്ചല്ല തിരുമേനി പറയുന്നത്. തിരുമേനി പറയുന്നത് തിരുമേനിയുടെ ഉള്ളിൽ കിടന്ന് കത്തിജ്വലിക്കുന്ന ആശയങ്ങളും വാക്കുകളും അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. ബോംബ് പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടി പുറപ്പെടുകയാണ്. ക്രിസ്തീയ സഭയ്ക്ക് മൂന്ന് തൂണുകളിന്മേലാണ് ക്രിസ്തീയ സഭ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് സങ്കല്പിച്ചാൽ ഞാൻ പറയും: 1 ആരാധന, 2 സുവിശേഷം, 3 പാവങ്ങളോടുള്ള കരുണ. ആരാധനയും സുവിശേഷവും പാവങ്ങളോടുള്ള കരുണയും, ഈ 3 തൂണുകളിലാണ് ക്രിസ്തീയ സഭയുടെ അടിത്തറ പണിതുയർത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നാൻ വഴിയുണ്ടെന്ന് എൻ്റെ വിചാരം. തിരുമേനി ഒരു മൊബൈൽ കൺകോർഡൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളായ ഞങ്ങൾക്കൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എവിടെ കിടക്കുന്നത് എന്നൊന്നും പിടിയില്ലാതെ വരുമ്പോൾ ജോർജച്ചൻ്റെ പിന്നാലെ കൂടിയാൽ മതി. തിരുമേനി, അച്ഛാ ഇങ്ങനൊരു വാക്ക് എവിടെ ഉണ്ടല്ലോ, ആ പുസ്തകം തരൂ എന്ന് പറഞ്ഞ് പടപടാന്ന് പറഞ്ഞ് മറിച്ച് തിരുമേനി അത് കാണിച്ചു തരും. തിരുമേനി വൈദിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ സുവിശേഷത്തിൻ്റെ ലഹരി മത്ത് ശരിക്കും തലയ്ക്ക് പിടിച്ചൊരു യുവാവായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്നും കക്ഷിവഴക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കക്ഷിവഴക്കുണ്ടായിരുന്നെങ്കിലും കക്ഷിക്ക് അതീതമായി തിരുമേനി എല്ലായിടങ്ങളിലും ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ശക്തമായി സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അത് സത്യവുമായിരുന്നു. അതൊന്നും നമുക്ക് ഒരു ഇങ്ങനെ മുഖസ്തുതി കൊണ്ടോ അല്ലെങ്കിൽ വേറെ കടമെടുത്തുകൊണ്ടൊന്നും പറയേണ്ട വാക്കുകളല്ല. അങ്ങനെയുള്ളൊരു പിതാവാണ് ഒരു വർഷം മുൻപ് നമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മറഞ്ഞു നിൽക്കുന്നത്. തിരുമേനി എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ മുമ്പിലെ പ്രായമുള്ളവരെ ഒളിച്ചുകളി നടത്തുമല്ലോ. ഒളിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വാതിലിൻ്റെ മറയിലിരുന്ന് കണ്ടു എന്ന് പറയുമ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവരെ കൈകൊട്ടിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തിരുമേനി ഇവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. തിരുമേനിയുടെ ശബ്ദം ഇവിടെയൊക്കെ ഉണ്ട്, തിരുമേനിയുടെ തരംഗങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു പിതാവാണ് നമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അപ്രത്യക്ഷമായി മാറി നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. യുവാക്കളുടെ ഒരു ലഹരിയായിരുന്നു തിരുമേനി. സാധാരണ ഞങ്ങൾക്കൊക്കെ യുവാക്കന്മാരെ പേടിയാണ്. അവർ കുസൃതിയുള്ള ചോദ്യമൊക്കെ ചോദിക്കും, ഉത്തരം പറയാൻ മുട്ടുന്ന ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും യുവ തലമുറ. അതും യുക്തിയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എം വി ജോർജിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ചെന്നാൽ അതിനല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി ലഭിക്കും. കുട്ടികൾ തിരുമേനിയുടെ സ്നേഹിതന്മാരാകും. പ്രത്യേകിച്ച് യുവാക്കന്മാർ, യുവതികൾ, വിദ്യാർത്ഥിനികൾ അവരെ എന്തോ തിരുമേനി ഒന്ന് ആകർഷിച്ചിരുന്നു. അവർക്ക് ഭയങ്കര ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. അപ്പോഴവരെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് എഴുതുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തിരുമേനിക്ക് വരുന്ന സകല എഴുത്തിനും തിരുമേനി തന്നെ കുരുകുരാന്ന് പറഞ്ഞ് എഴുതി 2 വാചകമൊക്കെ കാണുള്ളൂ.
പക്ഷേ മറുപടി എഴുതും. ഇന്ന് നമുക്ക് പോലും ഇതൊന്നും ശരിക്ക് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. തിരുമേനിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗോസ്പൽ, ഗോസ്പൽ ഇൻ ആക്ഷൻ, അതും കൂടെ ഉണ്ട്. വെറും ഗോസ്പലല്ല. ഗോസ്പൽ പറയാൻ ആർക്കാ മേലാത്തത്? നല്ല വാഗ്വിലാസം ഉണ്ടെങ്കിൽ സുവിശേഷം ആർക്കും സംസാരിക്കാം, പ്രസംഗിക്കാം. പക്ഷേ ഗോസ്പൽ ഇൻ ആക്ഷൻ, സുവിശേഷം ക്രിയകളിലൂടെ, ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അഭിയൻ തിരുമേനി. വളരെ വാത്സല്യം, അതിൻ്റെ ആ ഹൃദയത്തിൻ്റെ നൈർമല്യം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാം. പാട്ട് എഴുതും, പാട്ട് പാടും, അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് തറഞ്ഞ് പതിച്ച് നിൽക്കും. അത് തിരുമേനി വലിയ സ്വരമാധുര്യമൊന്നും ഇല്ലെങ്കിലും തിരുമേനിയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. തിരുമേനി പാട്ട് എഴുതുകയും പാട്ട് പാടുകയും. അപ്പോൾ ആരാധന, സുവിശേഷം, പാവങ്ങളോടുള്ള കരുണ, ഈ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിന്മേൽ തിരുമേനിയുടെ ജീവിതം നന്നേ ചെറുപ്പത്തിൽ, എഴുത്തും വായനയും അറിയാവുന്ന കാലഘട്ടം മുതൽ ആ വിധത്തിലുള്ള ഒരു വൈബ്രൻറ്റ് പേഴ്സണാലിറ്റി. തിരുമേനി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഉള്ള ഒരു ജീവിത അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ രൂപം തിരുമേനിക്ക് ലഭിക്കാനിടയായത് തിരുമേനിയുടെ അമ്മയിൽ നിന്നാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അമ്മ ആ വിധത്തിൽ ഈ ഓമന മകനെ രൂപപ്പെടുത്തി മലങ്കര സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും തിരുമേനിയുടെ ആശയങ്ങൾ ഒരു വലിയ മധുരം നിറഞ്ഞ ആസ്വാദ്യതയോടെ സ്വീകരിച്ച ഒത്തിരി ആശയങ്ങൾ. ആ ആശയങ്ങളൊക്കെ തിരുമേനിയുടെ മനസ്സിൽ നിന്ന് ധാരാളം മുതിർന്നു വീണിട്ടുണ്ട്. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് ആരോടാണ് പറയുന്നത്? അത് പറയുന്നതൊക്കെ ഇച്ചിരിയൊക്കെ അധികപ്പറ്റായിരിക്കും. കൂടുതലൊന്നും പറയേണ്ട, ഒന്നോ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനിയുടെ ആ വ്യക്തിത്വം, തിരുമേനിയുടെ ആ മനസ്സിൻ്റെ നിർമ്മലഭാവം, സകലമാന മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത, വലിയ ദീർഘവീക്ഷണം, സഭയെ സംബന്ധിച്ചുള്ള സ്വപ്നം, ഒരു സുവിശേഷീകരണ യജ്ഞം. പലപ്പോഴും നമ്മുടെ സഭയെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു പോരായ്മയുണ്ട്. അതായത് ഈ സുവിശേഷ കാര്യങ്ങളിൽ നമ്മൾ വളരെ പുറകിലാണെന്ന് പറയും. അതൊരു പരിധിവരെ ശരിയായിട്ട് നമുക്കൊക്കെ തോന്നുകയും ചെയ്യും ചിലപ്പോഴൊക്കെ. തിരുമേനി ഇതിൽ ഒരു വലിയ ഒരു എന്താ പറയേണ്ട, ഒരു തീച്ചുള പോലെ ഈ കാര്യം പറയുകയും അതുപോലെ തന്നെ തിരുമേനി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. തിരുമേനിയെ ഈ വിധത്തിൽ ആക്കി തീർക്കാൻ തക്കവണ്ണം തിരുമേനിക്ക് കുറേ അനുയായികളുണ്ടായിരുന്നു. സെൻറ്റ് പോൾസ് ആശ്രമത്തിലുണ്ടായിരുന്നു, ആശ്രമത്തിന് പുറത്തുള്ളവരുണ്ടായിരുന്നു. തിരുമേനി എന്താണ് പറയുന്നതെങ്കിൽ അത് അതുപോലെ ഒപ്പിയെടുത്ത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും മാത്രമല്ല അതുപോലെ പ്രവർത്തിക്കുവാനും ഒക്കെ വളരെ ദാഹത്തോടെ തിരുമേനിയെ അനുകരിക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളും അതുപോലെ തന്നെ സഭാ വലയത്തിൽ നിന്ന് പുറത്തുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒറ്റ വാചകമേ പറയാനുള്ളൂ. തിരുമേനിയെ നമ്മൾ മറന്നു കളയരുത്. തിരുമേനിയെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ചിത്രം കൊണ്ട്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പ്രവൃത്തി കൊണ്ട് തിരുമേനിയെ നമ്മൾ മറക്കാനിടയാകരുത്. അതാണ് തിരുമേനിയോടുള്ള നമ്മുടെ വാത്സല്യത്തിൻ്റെ ഒരു അടയാളം, മുദ്ര അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൊല്ലം കഴിയുമ്പോഴേ തിരുമേനി നമ്മുടെ ഈ തലമുറ ഒക്കെ ഓർക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും തിരുമേനിയുടെ അതൊക്കെ നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകും. പക്ഷേ തിരുമേനി പറഞ്ഞ ചിന്തകൾ, തിരുമേനി നമുക്ക് നൽകിയ മാതൃക ഒരിക്കലും മായാത്തതാണ്. അത് മറന്നു പോകാതെ അതും കത്തിജ്വലിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്
പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വന്യപിതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഒരു കോട്ടയായിരിക്കട്ടെ. ആ പിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് യത്നിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ